നമ്മൾ ഇന്നലെ ടെൻ്റ് അടിച്ച് ഒരു കടയുടെ ഫ്രണ്ടിലാട്ടാ. ഇപ്പോൾ രാവിലെ 6 മണിയായി. അപ്പോൾ നമ്മൾ പയ്യെ ടെൻ്റൊക്കെ അടിക്കണേട്ടാ. നമ്മൾ രാവിലെ എണീച്ചേട്ടാ, ഞാൻ കാണിച്ചില്ലേ, ഇവിടെയാണ് നമ്മൾ ടെൻ്റ് അടിച്ചത്. അപ്പോൾ രാവിലെ സെറ്റായിട്ട് ഇപ്പോൾ ഏകദേശം 6:30. അപ്പോൾ ലേറ്റ് കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയേട്ടാ. സൂര്യന് ഉദിച്ചിട്ടില്ല ഇതുവരെ. അപ്പോൾ നമ്മുടെ സൈക്കിളിൽ സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്യട്ടെ. കാരണം ഇവരൊക്കെ രാവിലെ ഏകദേശം ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ കട തുറക്കും കേട്ടോ. ഇവിടെ എല്ലാ പരിസരത്തും 6 മണിക്ക് കട തുറക്കും. നമ്മൾ എണീച്ച ഭയങ്കര ഇതായിപ്പോയി. കാരണം എന്താ പറയുക, ഉറക്കം ശരിയായിട്ടില്ല. അപ്പോൾ കാരണം ഇന്നലെ കിടന്നപ്പോൾ ലേറ്റ് ആയിട്ടാ. വീഡിയോ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കണ്ടില്ലേ ഈ കടയുണ്ടാ. അപ്പോൾ പയ്യ രീതി ഇപ്പം അങ്ങോട്ട് പോയിക്കണേണ്. അപ്പോൾ വരുമെന്ന് നമുക്കൊരു ചായ വന്നിരുന്നു കേട്ടാ. ചായ കുടിച്ചിട്ടേ പയ്യ ഒന്ന് ഇറങ്ങാട്ടാ. നമ്മളങ്ങനെ ചായ കുടിച്ചേട്ടാ. അപ്പോൾ അതേ പയ്യ വന്ന്. ഹായ്, आपका नाम क्या है भैया? राजीव श्रेष्ठ. ഓ രാജ്. അപ്പോൾ ഇതൊരു കാരണ സൂപ്പർ. ശരി, ആളുടെ കടയുണ്ടാ. നമ്മൾ ഇന്നലെ ടെൻ്റ് അടിച്ച എവിടെയാണ് ആളെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ തന്നിട്ടാ. ഇവിടെ ഹായ്, അവിടെ കുറച്ച് ആൾക്കാരുണ്ട്. ഇവിടെ നിന്ന് മുട്ടിന് കടകൾ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ തന്നെ കട. ഓക്കെ ഭയ്യ, താങ്ക് യു. നമ്മളെ ഇപ്പോൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി കുറച്ച് അങ്ങ് പോകുന്നു. പിന്നെ അതേപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം വന്നതിൻ്റെ 2 ദിവസം വന്ന് ഇപ്പോൾ നമ്മൾ വ്ലോഗ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ഉണ്ട് കേട്ടോ. അത് നിങ്ങളൊന്ന് കണ്ടിട്ട് വേട്ടാ. ഇത് ഇവരുടെ കൃഷി വീടുണ്ടാ. ഇവിടെ എന്തൊക്കെയോ കൃഷിയുണ്ട് ഇതില്ലേ. എനിക്ക് തോന്നുന്നു ക്യാബേജാണോ എന്നൊന്ന്. ക്യാബേജാണെങ്കിൽ ഇനി വല്ല വേറെന്താ ക്യാബേജാണ് തോന്നുന്നുണ്ടാ. പിന്നെ വേറെന്തോ കൃഷിയൊക്കെ ഉണ്ട്, അതൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല തണുപ്പുണ്ട്. നമ്മളപ്പോൾ അവിടെ നിന്നാണ് കേട്ടോ വന്നത്. ഞാൻ ഒന്ന് വാഷ്റൂം യൂസ് ചെയ്യാൻ വേണ്ടി വന്നാൽ. പിന്നെ ഇത് പല്ലേക്കണം. രാവിലെ എണീച്ചല്ലോ കേട്ടോ. നല്ല കോടി എണീറ്റേക്കടാ. കണ്ടില്ലേ സൈക്കിളിലൊക്കെ ഇങ്ങനെ ചെടിയൊക്കെ ഇങ്ങനെ അലങ്കരിച്ച് വെച്ചിരുന്നുണ്ടാ. ഇവിടെ വന്നൊഴിക്ക് ഇന്നലെ ഞാൻ കാണിച്ചില്ലേ ടെൻ്റ് അടിക്കാൻ സ്ഥലം കിട്ടി. അപ്പോൾ അവിടെ ടെൻ്റ് അടിച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഇന്നലെ നമ്മൾ കഴിച്ചേട്ടാ. ഇവരും ഭയങ്കര സപ്പോർട്ടാണ് കടക്കാർ. ഇന്നലെ കുറച്ച് കറി കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് വന്നിട്ടാ. നമ്മളെ ഇപ്പോൾ വന്നോയ്ക്ക് ഒരു സ്ഥലത്ത് റെസ്റ്റ് ചെയ്തേട്ടാ. അപ്പോൾ കുറച്ചും കൂടെ വന്നോയ്ക്ക് ഒരു ഇന്ത്യക്കാരെ കണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് പരിചയപ്പെടുത്തേട്ടാ. ഹലോ, आपका नाम क्या है? अवतार सिंह औजला. पंजाब का है? Yes, अच्छा, पंजाब. पंजाब में कौन सा जगह? पंजाब कपूरथला. किधर? नियर जलंधर. लुधियाना. मैं विजिट किया था जलंधर, लुधियाना, पटियाला, अमृतसर. नाइस टू मीट यू ब्रो. किधर जाएगा? मैं जा रहा हूँ अभी ഭൂട്ടാൻ. मैं നമ്മളെ വന്നോയ്ക്ക് ഒരു സ്ഥലത്ത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നിന്നാട്ടാ. അപ്പോൾ ഇവിടെ കുറച്ച് ആൾക്കാരെ കണ്ട്. അപ്പോൾ അവരെ ഞാൻ ജസ്റ്റ് പരിചയപ്പെടുത്തരാട്ടാ. ഹായ്, आपका नाम क्या है ब्रो? मेरा नाम राम योगी है. आप इधर का? इधर का, ये तांग का हूँ मैं. तांग का. अच्छा, तांग डिस्ट्रिक्ट लैंड आ रहे. हाय, आपका नाम क्या है भैया? मेरा नाम सिरदर पंथ है. हम लोकल है. अच्छा, कैसे हो? बढ़िया. हाय ब्रो. हेलो. कैसे हो आप? मेरा नाम पारस बटराई है. मैं इधर नेपाल का रिपोर्टर हूँ. यस, जर्नलिस्ट हूँ. आपको मिलते हुए अच्छा लगा. अच्छा से हिंदी नहीं आती है. हेलो, आपका नाम क्या है भैया? हमारा नाम नरेश शर्मा है. अच्छा, आप इधर का नेपाल का लोकल है. अच्छा, हाय. आपका नाम क्या है? मेरा नाम चंद्र शर्मा है. इधर से? इधर से. अच्छा, किधर जाएगा आप लोग? बुटोल से. बुटोल. अच्छा, हाय. नाम क्या है आपका? मेरा नाम बोली प्रसाद आचार्य. अच्छा, सेम. हाय. हेलो, आपका नाम क्या है भैया? मेरा नाम सुजन है. सुजन. आप इधर का है ना? आपका है? मेरा लुम्बिनी से 60-50 किलोमीटर आगे है. अच्छा. ओके. हाय, आपका नाम क्या है? मेरा नाम मनीष पोखरेल. अच्छा. इधर में कपिल वस्तु चंद्रोटा से. അങ്ങനെ നമ്മളെ വന്നവഴിക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ സെറ്റ് ചെയ്തിട്ടാ. കാരണം ഇന്നലെ നമ്മൾ കുറച്ച് മേടിച്ച മാഗി ഇരിപ്പുണ്ടായിരുന്നു, ചൗച്ചവ് ഇരിപ്പുണ്ടായിരുന്നു ഇവിടുത്തെ. അപ്പോൾ അതുണ്ടാക്കാമല്ലാന്ന് വെച്ച്. കാരണം ബാക്കി അരി ഇന്നലെ വെച്ചില്ല, ഫുഡ് ഉണ്ടാക്കിയില്ല. ഫുഡ് ഉണ്ടാക്കിയില്ല കേട്ടോ. കാരണം ഇന്നലെ അവർ നമുക്ക് വന്നു. ഇന്നലെ നമ്മൾ ടെൻ്റ് അടിച്ചില്ല. അതിൻ്റെ അപ്പുറത്തെ ഒരു വീട്ടുകാർ രാത്രി കൊണ്ടുവന്ന് ഫുഡ് തന്നിട്ട് ആ ടൈമിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല. അവിടെ ലൈറ്റ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ അവരോടൊക്കെ നന്ദി പറയട്ടെ നമ്മൾ ഇറങ്ങിയേട്ടാ. ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം നമ്മൾ വന്നപ്പോൾ ഭയങ്കര രീതിയിലായിട്ട് അവർ സ്വീകരിച്ചാൽ. എന്നോട് പറഞ്ഞ് ഒന്നല്ലേ മേളിൽ ടെൻ്റ് അടിക്കുക, അല്ലെങ്കിൽ അകത്ത് കിടക്കാൻ ചെറിയൊരു സ്പേസ് ഉള്ളൂ അവർക്ക് കിടക്കാൻ. അപ്പോൾ അതുകൊണ്ടാണ്. അല്ലെങ്കിൽ എന്നോട് അകത്ത് കിടക്കാൻ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ടെൻ്റ് അടിച്ചോളാന്ന് പറഞ്ഞ് അങ്ങനെ പോകുന്നുണ്ട്. രാവിലെ ചായ കുടിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ അതേ വന്നു വയ്ക്കാൻ ജസ്റ്റ് മാഗി ഉണ്ടാക്കിയിട്ടാ. ചൗച്ചവും ഇതിന് ഇവിടെ ചൗച്ചവും എന്നാണ് പറയുന്നത്. വേറെ ഒന്നും കഴിക്കാനുണ്ട് നമ്മുടെ കയ്യിൽ. ഉപ്പുമാവുണ്ട്. അപ്പോൾ ഇതാകുമ്പോൾ പെട്ടെന്ന് കഴിയട്ടെ. ഇവിടെ ഇപ്പോൾ കട തുറന്നു കഴിഞ്ഞാൽ നമുക്ക് പണിയാം. അതുകൊണ്ടാണ്. പിന്നെ ചോറ് അരി ഇരിപ്പുണ്ട് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ അതുകൊണ്ടാണ് ഉണ്ടാക്കാത്ത. അപ്പോൾ എന്തായാലും സാധനം റെഡി ആയിട്ട് നമുക്ക് ഇവിടുന്ന് കഴിച്ചിട്ട് ഇറങ്ങാം. അങ്ങനെ നമ്മുടെ ചൗച്ചോ റെഡി ആയിട്ടാ. അങ്ങനെ ചൗച്ചോ കഴിച്ചിട്ട് ഇറങ്ങാം. കണ്ടില്ലേ ഇവിടെ നിന്നായിട്ട് ഉണ്ടാക്കാം. എനിക്ക് ഒരു കടയാണ് ഇതുവരെ തുറന്നിട്ടില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ തുറക്കും. 8 മണിയായിട്ടേ. ഇപ്പം രാവിലെ പല കടകളും രാവിലെ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ തുറക്കട്ടെ. ഇവിടെ മിക്കപ്പോഴും കടകൾ ഒരു 6 മണിയാകുമ്പോൾ തുറക്കാറുണ്ട് കേട്ടോ.
ഞാൻ ഇന്ന് ഉറക്കം കുറച്ച് ശരിയായിട്ടില്ല, എന്നാലും കുഴപ്പമില്ല. എന്തായാലും നമുക്ക് പോകണേക്ക് എവിടെ സെറ്റാകാൻ നോക്കാം. ഇത് നേരത്തെ എന്തായാലും റെസ്റ്റ് ആക്കാം കേട്ടോ. എന്തായാലും ലുംബിനി എത്തുമെന്ന്. എന്തായാലും ഫുഡ് കഴിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാട്ടാ. നമ്മളങ്ങനെ ആ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയിട്ടാ അവിടെ നിന്ന് അല്ലേ. ഇതാണ്ടാ ഒരു ടൗണാണ് കേട്ടോ വലിയ. ഇപ്പം അത്യാവശ്യം ഏകദേശം ഒരു 9 മണിയായിട്ടാ. അപ്പം അധികം തിരക്ക് കാര്യങ്ങളൊക്കെ ഇല്ല ഇവിടെ. പക്ഷേ ഇവിടെ കടകൾ ഞാൻ പറഞ്ഞില്ല 6 മണിയൊക്കെ ആകുമ്പോൾ തുറക്കൂട്ടാ. ചിലത് 5 മണിക്കൊക്കെ തുറക്കൂട്ടാ. അത് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലാണെങ്കിൽ ചാർജ് കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല ഫോണിൽ. പിന്നെ അതേ ഫോൺ ഇന്നലെ സ്വിച്ച് ഓഫ് ആയിപ്പോയി. പിന്നെ ക്യാമറയിൽ ചാർജ് ഉണ്ടാകുന്നില്ല കേട്ടോ, പവർ ബാങ്കിലും ഉണ്ടാകുന്നില്ല. അപ്പോൾ നമ്മൾ ആ കടയിലാണ് കുത്തിയിട്ടേട്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് അടുത്ത് കടകളോ വീടുകളോ ഉള്ള സ്ഥലങ്ങളിൽ മാത്രമേ നമുക്ക് ടെൻ്റ് അടിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും വന്നവഴിക്ക് അടിക്കാറുണ്ട്. നമ്മളെ വന്ന വഴിക്ക് നമ്മുടെ സൈക്കിൾ അവിടെ പാർക്ക് ചെയ്തിട്ടാ. അപ്പോൾ ഒരാൾ ഇവിടെ കൊച്ചിനാക്കാൻ വേണ്ടി ഇവിടെ അയക്കണായിരുന്നു. അപ്പോൾ നമ്മൾ സംസാരിച്ച് ആൾക്ക് തമിഴ് കാര്യങ്ങളൊക്കെ അറിയാട്ടോ. ആളുടെ ഒപ്പം തമിഴ്നാട്ടിൽ കുറേ പേര് വർക്ക് ചെയ്തതാണ്. അപ്പോൾ പുള്ളി എനിക്ക് വേണ്ടി ഫില്ല് ചെയ്യാൻ വേണ്ടി വാട്ടർ ഫില്ല് ചെയ്യാൻ വേണ്ടി പോയേക്കണേട്ടാ. എന്നിട്ട് ആളുടെ വീട് ഇവിടെ എവിടെയാണ് കേട്ടോ. അപ്പോൾ അതേ പുള്ളി വെള്ളമൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഹായ്, आपका नाम क्या है? This is Balkrishna Pangeni. We are from also. I am from Nepal. Yeah, proper here. Yeah, Oh. I am proper here. My house is there. Oh, that's. I need to Mr. Ashkar. Ashkar on the way. I am waiting bus. Yeah. That time he is coming from bicycle. Kerala. Nice to meet you, Ashkar. Oh yeah, nice to meet you. Nice Welcome to meet you. Thank you. Now I am providing the water. Drinking water. അതാണ് ഫില്ല് ചെയ്തോണ്ട് വന്നേട്ടാ വാട്ടർ. Yeah. Thank you. Now my son going for to make tea for him. Thank you. I am taking some time. Oh yeah, sure. Sorry for the disturbance. No. You actually, I'm happy for meet you. I love all Kerala peoples or Tamil Nadu peoples because I am 20 years working with. നമ്മളങ്ങനെ പുള്ളിനോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിയേട്ടാ. പുള്ളി എന്തോ ഒരു ജേർണലിസ്റ്റും കൂടിയാണ്. അപ്പോൾ പുള്ളിക്ക് ഒരു ചാനൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ പുള്ളി അതിലിടാന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ എന്തായാലും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇവിടെ കണ്ടില്ല മഞ്ഞ പൂക്കാനായിട്ട് ഇവിടെ. പിന്നെ അതേപോലെ തന്നെ ഇവിടെ എന്തോ കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം കൃഷിയുണ്ട് കേട്ടോ ഇവിടെ. നമ്മളെ പോണ റൂട്ടിൽ ഇതാണ്ട കാഴ്ച. ഈ റൂട്ടിൽ ഫുള്ളും ഈ ഒരു ഇതാണ്ട പൂവാണ്ട. അതായത് ഇത് മറ്റേ ആ എണ്ണ ഉണ്ടാക്കണ ഇതാണ്ട. പിന്നെ അതേപോലെ തന്നെ അവിടെ ഒരു കൃഷികീരം ഉണ്ട് കേട്ടോ. പുള്ളിയോടെ ഇത് പണിതണ്ടിരിക്കണേണ്. എന്ത് കൃഷിയാണെന്നൊരു ഐഡിയ ഇല്ല കേട്ടോ. കാരണം ഈ റൂട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ചൂസ് ചെയ്തെടുക്കാൻ കാരണം ഈ റൂട്ട് കുറച്ച് കിലോമീറ്റർ കുറവാണെങ്കിലും അടിപൊളി കാഴ്ചകളാണ്. ഇതേപോലെ പാടശേഖരങ്ങൾ അങ്ങനത്തെ കാഴ്ചകൾ. പിന്നെ ഉള്ളത് നമുക്ക് ഹൈവേ ഉണ്ട്, സ്ട്രെയിറ്റ് ഹൈവേ ഉണ്ട്. അതെന്ന് പറയണത് നമ്മൾ ബുത്വാല് പോയിട്ടാണ് ലുംബിനി പോണത്. അത് 4 ലൈൻ ആട്ടാ, അത് ഹൈവേ ആണ്. അപ്പോൾ ഞാനത് ചൂസ് ചെയ്തില്ല. ഞാൻ ഉള്ളേരിയ കൂടെ വരാമല്ലാന്ന് വെച്ചിട്ടാട്ടോ. അത്യാവശ്യം വെയിൽ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഷൂ കാര്യങ്ങളൊക്കെ ഒന്ന് അനച്ച് ഞാൻ ഉണക്കാൻ വെച്ചേക്കണേ. കാരണം നല്ല സ്മെല്ല് കാര്യങ്ങളുണ്ട് കേട്ടോ. എന്തായാലും പയ്യെ പോവാട്ടാ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സൈക്കിൾ ഇതുവരെ സെറ്റാക്കിയിട്ടില്ല കേട്ടോ. ഒന്ന് സെറ്റാക്കണം. ഇനി എവിടെയെങ്കിലും പോയിട്ട്. കണ്ടില്ലേ ഈ പൂവിൻ്റെ അടിപൊളിയാണ് കേട്ടോ. മഞ്ഞപ്പൂക്കളും ചുറ്റും മലകളും എന്നുള്ള പോലെ. ഞാൻ അതാണ് എപ്പോഴും മനസ്സിൽ തന്നെ കേട്ടോ. കാണാൻ അടിപൊളിയാണ് ഈ പൂക്കൾ. നമ്മളെ വന്നവയ്ക്ക് ഒരുപാട് കാണണ്ട കേട്ടോ. പക്ഷെ ഇത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് വന്നപ്പോൾ എടുത്ത കണ്ടല്ലേ ഒരു മരം വന്നേക്കുന്നുണ്ട്. അതിൻ്റെ അടുത്ത് നിന്ന് ഇവിടെ നിന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് നിർത്തിയതാണ്. പിന്നെ എന്തായാലും നമ്മൾ നേരെ പോകണേ കേട്ടോ ലുംബിനിയിലേക്ക്. നമ്മളെ പോണ വഴിക്ക് ഒരാളെ കണ്ടട്ടാ. ആളെ നമ്മളെ ഭക്ഷണം കഴിക്കാണ്ട് വിളിച്ചതാണ്. നമ്മൾ പോയിട്ട് തിരിച്ചു വന്നതാണ്. ഹായ് ഭയ്യ, നമസ്തേ. आपका नाम क्या है? रामप्रीत यादव. अच्छा, आपका घर है? अच्छा. नमस्ते. नमस्ते. अब आपको क्या है काम? किसान है आप? खेती है आपको? आपका खेत है ये पूरा? नहीं, ये घर है. खेती दूर है. अच्छा. ആളുടെ വീടാണ്. ആളുടെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി തന്നെയാണ്. താങ്ക് യു, ധന്യവാദ്. അപ്പോൾ എന്തായാലും ഭക്ഷണം കഴിച്ചിട്ട് പുള്ളിയുടെ വീടൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആളുടെ വീടാണ്ടാ. നമ്മുടെ സൈക്കിൾ അവിടെ ഉണ്ട്. ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടോ. ഭയങ്കര സന്തോഷമായി. അപ്പോൾ ആളുടെ ഇവിടെ എരുമയും പോത്തൊക്കെയാണ് കേട്ടോ. ആളുടെ ഇവിടെ ഒരുപാട്
പറഞ്ഞാൽ വയറ് ഫുള്ളായി. ഭയങ്കര സന്തോഷമുണ്ട് ഭക്ഷണം കഴിക്കാനും പുള്ളിനെ കാണാൻ പറ്റിയതും. ധന്യവാദ് ഭയ്യ. അപ്പം നമ്മൾ ഈ റൂട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് പുള്ളി വിളിച്ചത്. അവിടെയൊക്കെ കൃഷിക്കാരുണ്ട്. ഇവിടെ ഈ ഒരു ഏരിയയിൽ ഫുള്ള് കൃഷിയും കാര്യങ്ങളാട്ടോ. എല്ലാവരും കൃഷിക്കാരാണ്. നമ്മൾ പോണ വയ്ക്കാണ്ട പുള്ളിയെ കണ്ട്. എന്തായാലും സന്തോഷം. നമുക്ക് കുറച്ച് നേരം ഇവിടെ റെസ്റ്റ് എടുത്തിട്ടെ പയ്യെ ഇവിടെ നിന്ന് ഇറങ്ങാട്ടാ. നമ്മളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയാട്ടാ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ആൾക്കാരുടെ സ്നേഹങ്ങൾ കാണുമ്പോഴല്ല നമ്മളെ കണ്ണ് തുറന്നു പോട്ടാ. ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് നാട്ടിൽ ഒരുപാട് ആൾക്കാർ നമ്മളെ ഇതേപോലെ സ്നേഹിക്കണ്ട കേട്ടോ. കാരണം ഒരു നേരത്തെ ഭക്ഷണം അവർ നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മൾ ചോദിച്ചില്ല, പക്ഷേ ഫോണേക്ക് വിളിച്ചിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചോ ഇതാണ്ട. എന്താണല്ലേ അയാളുടെ ഭയങ്കര സ്നേഹം. ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യം തന്നെ ഉണ്ടാ. കാരണം അത് നമുക്ക് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയതാണത്. എന്തായാലും നമ്മുടെ സാധനങ്ങൾ കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്, പക്ഷേ ഫുള്ള് ഇൻവൈറ്റ് ചെയ്തതാട്ടോ നമ്മളാ. സന്തോഷം. നമ്മൾ വന്ന റൂട്ട് ഉണ്ടല്ലേ ഫുള്ള് പാടശേഖരങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്, കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ട്, നെല്ലും അങ്ങനെ കുറേ പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. അവിടേക്ക് ഇഷ്ടികയുടെ ഇതാട്ടാ, ഇഷ്ടിക നിർമ്മാണ കമ്പനിയാണ് അവിടെ. അവിടേക്ക് ഉണ്ട് ഇഷ്ടംമാതിരി. ഇവിടെ അങ്ങനെ പയ്യ റെസ്റ്റൊക്കെ എടുത്താണ്ട് പോകണം. ഞാൻ പെട്ടെന്ന് വേണമെങ്കിൽ എനിക്കിപ്പോൾ ലുമ്പിരി എത്താറുണ്ട്. ഞാൻ പിന്നെ അത് കുറേ നേരം ഷൂ ഉണക്കണം. കാരണം ഷൂ ഞാൻ എൻ്റെ കഴുകിയതാണ്ടോ. സ്മെല്ലുണ്ട്, ഭയങ്കര സ്മെല്ലാണ്. നല്ല രീതിയിലൊന്നും കഴുകാൻ പറ്റില്ല, എന്നാലും ചെറിയ രീതിയിൽ കഴുകി. പിന്നെ ഷൂ ഒക്കെ ആകെ കീറിപ്പറഞ്ഞിരിക്കണം കേട്ടോ. ഉള്ളൊക്കെ എടുത്ത് അറിയാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഒരു ഷൂ എടുക്കണം എന്ന് വിചാരിച്ചിരിക്കണം കേട്ടോ. കാരണം ഷൂ നശിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ അത് നോക്കണം. എന്തായാലും ഇന്ത്യയിൽ എത്തിയിട്ട് നോക്കാമെന്ന് വിചാരിച്ചിരിക്കണം കേട്ടോ. എന്തായാലും പയ്യെ മുന്നോട്ട് പോകാം. നമ്മളിപ്പോൾ അവിടെ നിന്ന് കുറച്ച് വന്ന് ഇപ്പോൾ ഒരു ടൗണാണ് ഇത് ഉണ്ടല്ലേ. നമ്മൾ ഇത്ര നേരം വല്ല പാടത്തിൻ്റെ നടുക്കൂടിയാണ് കേട്ടോ യാത്ര ചെയ്തതെന്ന് വെച്ചാൽ. ഇപ്പോൾ അവിടെ നിന്നൊക്കെ വന്ന് ഉണ്ടല്ലേ ടൗണാണ്. അല്ലാണ്ട് ഇവിടെ വേറെ അങ്ങനെ കാഴ്ചകളൊന്നുമില്ല. ഇനിയിപ്പോൾ ഇത് നേരെ ചെല്ലണ ലുംബിനിയിലേക്കാണ് ഈ ഒരു റോഡ്. നമ്മളെ ഇപ്പോൾ ലുംബിനി പോണ റൂട്ടിലാണ്. അപ്പോൾ പോകണമെങ്കിൽ ഓരോ ആൾക്കാരെ കാണുന്നുണ്ടാ. അപ്പോൾ ഒരാളെ കണ്ട് ഹായ്. Hello. യുവർ നെയിം? Name is Vivek Gewali from Butol, Nepal. Where are you going today? I going to call Butol. ബുട്ടോൾ. നമ്മളെ പോണ റൂട്ടിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് ഓരോരോ ആളുകളെ കാണാണ്ട് ഓരോരോ ആളുകളൊക്കെ പരിചയപ്പെടുന്നുണ്ട്. എന്തായാലും സന്തോഷമുണ്ട് ഓരോരോ ആൾക്കാരെ കാണുമ്പോൾ. അപ്പോൾ പുള്ളി ഇപ്പോൾ വന്ന് നിർത്തിയാണ് നമ്മളെ കണ്ടുകൊണ്ട്. അപ്പോൾ ഓക്കെ, എനിവേ സീ യു ബ്രോ. ഓക്കെ, താങ്ക് യു. അങ്ങനെ നമ്മളെ വന്നൊഴിക്ക് പുള്ളി നമ്മളെ ചായ കുടിക്കാണ്ട് വിളിച്ചേട്ടാ. അപ്പോൾ ഞങ്ങൾ ചെറിയൊരു കടയിൽ വന്നേക്കാണ്. ഹായ്. അപ്പോൾ ഇവിടെ ഒരു കടയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സൈക്കിൾ കാര്യങ്ങൾ ഞാൻ പുറത്ത് വെച്ച് പുള്ളി നമ്മളെ ഇൻവൈറ്റ് ചെയ്തേണ്ട ചായ കുടിക്കാമെന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മൾ കടയിൽ വന്നേക്കാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫുഡ് വന്നേട്ടാ. ചൗമീനാണ് ഈ ഓർഡർ ചെയ്തേക്കണ. അപ്പോൾ ആൾക്കൊരു യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ. ഇതാണ് ആളുടെ യൂട്യൂബ് ചാനൽ ഐഡിയ കേട്ടാ. അപ്പൊ എന്തായാലേ നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് ആളോട് നന്ദിയൊക്കെ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാട്ടാ. ടാറ്റ കാരോ, ടാറ്റ. ഓക്കെ, ബൈ. പാവം തീയതിയാട്ടാ നമ്മുടെ ടാറ്റ കാണിക്കപ്പോൾ വന്നതാട്ടാ. എന്തായാലും മുന്നോട്ട് പോകട്ടാ. നമ്മൾ ആ ടാറ്റ കാണിച്ച രീതിയില്ലേ, ആ രീതി ശരിക്കും നമ്മുടെ അടുത്ത് വന്ന് പൈസ ഉണ്ടാന്ന് വെച്ചാണ്ട് വന്നാ ഞാൻ പോകാറായപ്പോൾ. ഞാനപ്പോൾ ഭക്ഷണം കൊടുത്ത്, അതായത് നമ്മുടെ കുറച്ച് സ്നാക്സ് ഇരിപ്പുണ്ടാന്ന് ആ പുള്ളി മേടിച്ചെന്ന് ഇരുന്നിട്ടാ. അപ്പോൾ അത് ഞാൻ കൊടുത്ത്, അത് കൊടുത്തിട്ട് ആൾക്ക് അത് വേണ്ട, ആൾക്ക് പൈസ മതിയെന്ന്. ഞാൻ പറഞ്ഞു പൈസ ഇല്ല, ഭക്ഷണം വേണമെങ്കിൽ തരാമെന്ന് പറഞ്ഞിട്ടാ. അപ്പോൾ അവിടെയുള്ള ആൾക്കാരും പറഞ്ഞ് പൈസ കൊടുക്കാനാണ്, ഭക്ഷണമല്ല, പൈസ നമ്മുടെ ഇല്ലല്ലോ. നമ്മൾ പിന്നെ ഭക്ഷണം കൊടുത്തിട്ട് കഴിക്കട്ടെ എന്ന് പറഞ്ഞാണ് ഭക്ഷണം കൊടുത്താ. ഭക്ഷണം വേണ്ടെന്ന് പറഞ്ഞ് തിരിച്ചു വന്നിട്ടാ. അപ്പോൾ എന്തായാലും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പയ്യെ മുന്നോട്ട് പോകണം കേട്ടാ. നമ്മളങ്ങനെ ലുംബിനി എത്താറായിട്ടാ. ഇവിടെ ഒരു ചെറിയൊരു ആർച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ പണി കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ലുംബിനി എന്നത് ശ്രീബുദ്ധൻ്റെ ജന്മസ്ഥലം ഉണ്ടോ. അപ്പോൾ ഇവിടെ ഫുള്ള് ബുദ്ധിസ്റ്റുകളാണ് കൂടുതലുള്ളത് കേട്ടോ. അല്ലേ പണിതണ്ടിരിക്കണേ ഇപ്പോൾ ഒരു ആർച്ചാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇതൊരു ടിബറ്റൻ സ്റ്റൈൽ ആർച്ചായിരിക്കും വരാൻ പോകുന്നത് കേട്ടോ. ഈ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ओके ओके हमारी बात समझ गए ना? वही समझिएगा। हाँ करेगा। हाँ अगर कुछ प्रॉब्लम हो गया तो ऐसा ड्रेस लगाया हुआ आदमी से पूछिएगा, जो बात पूछिएगा। हाँ मैं पूछेगा। ओके, पुलिस में जाइएगा। हाँ वहाँ पर जहाँ पर मैंने लोकेशन दिया ना, इस लड़के ऐसे जाना है, वहाँ जाके पुलिस से बोल देगा, वो लोग बैठेगा। ओके ठीक है भैया.
അപ്പോൾ ഇവിടെ ഒരു പുള്ളി ഉണ്ടായിരുന്നല്ല, പുള്ളി ഇപ്പോൾ നമ്മളോട് സംസാരിച്ചായിരുന്നു. ഇവിടെ ടെൻ്റ് അടിക്കാൻ സ്ഥലം ഞാൻ ചോദിച്ചു ഇവിടെ അടുത്തോളം കിട്ടുവാന്നേ. കാരണം ഈ പോണ റൂട്ടിലാണ് നമ്മുടെ ബുദ്ധൻ്റെ ബർത്ത് പ്ലേസ് കേട്ടോ. അപ്പോൾ ഞങ്ങടേക്ക് നമ്മൾ പോണത്. അപ്പോൾ പുള്ളി പറഞ്ഞു അവിടെ ടൂറിസ്റ്റ് പോലീസ് അങ്ങനെ എന്തോ ഉണ്ടെന്ന് പറഞ്ഞാൽ, പോലീസുകാരുണ്ടെന്ന് പറഞ്ഞാൽ. അപ്പോൾ അവരോട് ജസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ടെൻ്റ് അടിക്കാനുള്ള സ്ഥലം സെറ്റ് ചെയ്ത് തരുമെന്നാണ്ടോ പറഞ്ഞാൽ. ഞാനിവിടെ പുറത്ത് എവിടെയെങ്കിലും അടിക്കാമല്ലാന്ന് വിചാരിച്ച്. പുറത്തടിച്ച് കഴിഞ്ഞാലുള്ള പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ പുള്ളിയാണ്ട് എന്നോട് പറഞ്ഞാൽ ഇവിടെ എപ്പോഴും ഒച്ചപ്പാടും ബഹളങ്ങളാണ്, ഫുൾ ആൾക്കാർ മദ്യപിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഇതിൻ്റെ അകത്താണ് എനിക്ക് കുഴപ്പമില്ലെന്ന് പറഞ്ഞാട്ടാ. പോണേക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കാൻ പറഞ്ഞ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ അവരോട് ചോദിച്ചിട്ട് അടിക്കാട്ടാ. ഇപ്പം ഏകദേശം ഇരുട്ടി തുടങ്ങിയേട്ടാ. കാരണം ഇപ്പോൾ പോണെങ്കിൽ പോവാം. 80 രൂപ എന്തുകൊണ്ടെന്നാട്ടാ പറഞ്ഞാൽ ഇന്ത്യൻസിന്. ഇവിടുത്തെ ആൾക്കാർക്ക് കുറവാണെന്ന് തോന്നുന്നു. പിന്നെ അല്ലാത്ത ടൂറിസ്റ്റിന് 300-400 ഒക്കെ ഉണ്ട് പറഞ്ഞാൽ. അറിയില്ല കേട്ടോ കറക്റ്റ് എത്രയായിരുന്നു. കാരണം പുള്ളിക്കും വലിയ പിടുത്തമല്ലെന്നാണ് പുള്ളി പറഞ്ഞത്. ഏകദേശം ആ ഒരു റേഞ്ച് വരും എന്നാട്ടോ പറഞ്ഞാൽ. എന്നാലേ മുന്നോട്ട് പോവാം. നമ്മൾ ഇപ്പോൾ അവിടെ നിന്ന് കുറേ സ്ഥലങ്ങളൊക്കെ അന്വേഷിച്ച് അവിടെ എവിടെയും കിട്ടാനില്ല ടെൻ്റ് അടിക്കാൻ. അപ്പോൾ ഇവിടെ വന്നേക്ക് ഇവിടെ ഒരു കട കണ്ടട്ടാ. അപ്പോൾ അവർ രാവിലെ നമ്മളൊരു പുള്ളീനെ കണ്ടല്ല, രാവിലെ നമുക്ക് ചായ തന്നല്ല, ആ പുള്ളിയുടെ കെയർ ഓഫിൽ കിട്ടിയ നമ്പറാണ്. അപ്പോൾ പുള്ളി സെറ്റ് ചെയ്തേട്ടാ. അപ്പോൾ ഇവർ ഇതിൻ്റെ അവിടെ പുറയിൽ എവിടെയോ ടെൻ്റ് അടിക്കാനുള്ള സ്ഥലം തരാമെന്ന് പറയാം. അപ്പോൾ നമ്മുടെ സൈക്കിൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഹായ്, कैसे हो? ठीक है। आप नाम क्या है आपका? सलाउद्दीन खान। अच्छा अच्छा, अब इधर का है ना? हम नेपाल का। नेपाल का। अच्छा, ये प्रॉपर इधर लुम्बिनी का? अच्छा 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 अच्छा. അപ്പോൾ പുള്ളി ഇവിടെ വന്ന് നിന്നിട്ട് നമ്മുടെ സൈക്കിൾ കണ്ടപ്പോൾ അപ്പോൾ ഇവർ എന്തോ ഭക്ഷണം എന്തോ സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞ്. കാരണം എൻ്റെ കയ്യിൽ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ഞാനപ്പോൾ എൻ്റെ ഫോണിലൊന്നും ചാർജ് ഇല്ലായിരുന്നേ. അപ്പോൾ ഞാൻ ചാർജ് കുത്തിയിടാൻ വേണ്ടി എന്ന് വെച്ചാണ്. അപ്പോൾ ഇവിടെ ആളെക്കൊണ്ട് अब आपका नाम क्या है? मेरा बॉबी शो देखनी है। अच्छा अच्छा, രാജേഷ് ശർമ്മ. इधर का है प्रॉपर? अच्छा अच्छा. പുള്ളിയുടെ റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ പുള്ളിയാണ് നമ്മളെ ഇപ്പോൾ ഫുഡ് തരാമെന്ന് പറഞ്ഞത്. പിന്നെ അതേപോലെ തന്നെ എന്നോട് പുള്ളി പറഞ്ഞു ഇവിടെ ഹോട്ടൽ വേണം അല്ലെങ്കിൽ ഇത് വേണമെന്ന് വെച്ചു. കാരണം ഹോട്ടൽ അടിക്കാനുള്ള പൈസയൊന്നും നമ്മുടെ ഇല്ല. അപ്പോൾ തൽക്കാലം ഇതിൻ്റെ പുറകിൽ ടെൻ്റ് അടിക്കാനുള്ള സ്ഥലം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇവിടെ എല്ലായിടത്തും അന്വേഷിച്ച് നോക്കി എവിടെയും സ്ഥലം കിട്ടാനില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. എന്തായാലും നമ്മൾ സൈക്കിൾ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. എന്തായാലും അകത്തേക്ക് പോകാം. കാരണം എൻ്റെ ഫോണകത്ത് ചാർജ് കുത്തിയിട്ട് പിന്നെ അതേപോലെ തന്നെ പവർ ബാങ്കിൻ്റെ ചാർജൊക്കെ ഫുള്ള് തീർന്നിട്ടാ. അപ്പോൾ ഇതാണ് എൻ്റെ ഹോട്ടൽ റെസ്റ്റോറൻ്റ് ആണ്. ഇവിടെ എല്ലാ സംഭവവും കിട്ടും കേട്ടോ. ഇവിടെ എല്ലാ കടകളിലും മദ്യം കിട്ടും കേട്ടോ. അതാണ് ഏത് ചെറിയ പെട്ടിക്കട മുതൽ എല്ലാ വലിയ കടകളിലും ഉൾപ്പെടെ മദ്യം കിട്ടും കേട്ടോ. നമ്മൾ വന്ന വഴിക്ക് കണ്ടതാണ് കേട്ടോ. നേപ്പാളിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. എന്തായാലും നോക്കാം. അപ്പോൾ നമ്മളെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ വന്നിട്ടാ. കറിയുണ്ട്, പിന്നെ എന്താ റൊട്ടി ഉണ്ട് കേട്ടോ. കറി എന്ത് കറിയാന്ന് നോക്കട്ടെ. പരിപ്പ് കറി ഉണ്ടോ, പിന്നെ സലാഡുണ്ട്, പിന്നെ ഒരു ചട്നി ഉണ്ട് കേട്ടോ, റൊട്ടി. എന്തായാലും കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. എന്തായാലും ലൊക്കേഷൻ എവിടെയാണെന്ന് നോക്കാം, താമസിക്കാൻ സൗകര്യം കിട്ടണതേ. അപ്പോൾ എന്തായാലും നോക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഞാൻ ഡീറ്റെയിൽ പറഞ്ഞുതരാം എന്തായി എങ്ങനെയായിരുന്നു. കാരണം കുറേ ദിവസം ഇപ്പോൾ നമ്മൾ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്, കാരണം മര്യാദക്ക് വീഡിയോ എടുത്ത് വരുമ്പോൾ ഒരു സ്ഥലവും നമുക്ക് കാണാനുണ്ടാവില്ല. കാരണം നമ്മൾ അതിനെക്കുറിച്ചൊന്നും പ്ലാൻ ചെയ്തിട്ടല്ല പോണത്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് കേട്ടോ.